ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതി സന്തോഷവതിയാണെങ്കിൽ പോലും അവളുടെ കഷ്ടപ്പാടുകളൊന്നും തീരുന്നില്ല. ഹാൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പുത്തൻ ഡെമോ ഒക്കെ തയ്യാറാക്കി ഓരോരോ ഹാളുകൾ കയറി ഇറങ്ങാണ് രേവതി. ഒരു ഹാളിലെ മാനേജർക്ക് രേവതിയുടെ വർക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബോധിച്ചു. ഇത് കൊള്ളാമല്ലോ മോളെ, ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ സീസണല്ലേ വരുന്നത്, എന്തായാലും നല്ലൊരു ഓർഡർ വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാമെന്ന് മാനേജർ പറയുമ്പോൾ രേവതിയുടെ മുഖത്ത് ഒരു ആശ്വാസം വിരിയുന്നുണ്ട്. പക്ഷേ ആ സന്തോഷം അധികമൊന്നും തന്നെ നീണ്ടു നിന്നില്ല. അങ്ങോട്ടേക്ക് ഇതാ വരുന്നു വില്ലത്തി ഹേമ, കൂടെ 2 ഗുണ്ടകളും. ഹേമയെ കണ്ടപ്പോൾ രേവതിയുടെ കണ്ണ് ചുവന്നു. മാനേജറെ കളിയാക്കിക്കൊണ്ട് തന്നെ ഹേമ ചോദിക്കുകയാണ്, എന്താടോ താൻ ഇവിടെ വല്ല കളിപ്പാട്ട കടയും തുടങ്ങാൻ പരിപാടിയുണ്ടോ എന്ന്. മാനേജർ അന്തം വിട്ട് നിൽക്കുമ്പോൾ ഹേമ വിടാതെ ചോദിച്ചു, പിന്നെന്താടോ താൻ ഈ പിള്ളേരെ കളിയാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് എന്ന്. ഇത് പിള്ളേർ കളിയല്ല, ഹാൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എൻ്റെ ഐഡിയാസ് ആണെന്ന് രേവതി തറപ്പിച്ച് പറയുമ്പോൾ ഹേമ അവളെ പുച്ഛിച്ചു തള്ളുകയാണ്. കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്യുന്ന ഈ കാലത്ത് നീ എന്തിനാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കസ്റ്റമർക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ നിനക്ക് തോന്നിയ പോലെ ഒന്നുമല്ല ചെയ്യേണ്ടത് എന്ന് ഹേമ പുച്ഛത്തോടെ പറയുമ്പോൾ രേവതിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എൻ്റെ കഴിവെന്താണെന്ന് എല്ലാവരെയും കാണിക്കാനാണ് ഞാൻ ഈ ഡെമോ ഉണ്ടാക്കിയത് എന്ന് രേവതി പറയുമ്പോൾ, നീ എന്തിനാ ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് കുറുകെ വരുന്നത് എന്നായി ഹേമയുടെ ചോദ്യം. ഞാൻ ആരുടെയും വഴി തടസ്സമായി നിൽക്കുന്നില്ല, എൻ്റെ ജോലി അന്വേഷണം നടക്കുകയാണെന്ന് രേവതി മറുപടി കൊടുത്തു. മോളെ, നിനക്ക് ഈ നാട്ടിൽ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇവിടുത്തെ ഡെക്കറേഷൻ വർക്കൊക്കെ ഹേമക്ക് തന്നെ കിട്ടുമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് ഹേമ മാനേജറോട് ചോദിച്ചു, ഇവർക്ക് ഓർഡർ വല്ലതും കൊടുത്തോ എന്ന്. ഇല്ല മാഡം, ഞാൻ കാണാൻ നല്ലതാണെന്ന് പറഞ്ഞതല്ലാതെ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് മാനേജർ പേടിച്ചുകൊണ്ട് പറയാണ്. ഇതെൻ്റെ ഏരിയയാണ്, ഇവിടെ നീ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഹേമ ആവർത്തിക്കുമ്പോൾ, ആയിക്കോട്ടെ, ഇഷ്ടമുള്ളവർ എൻ്റെ വർക്ക് സ്വീകരിച്ചാൽ മതി, അതിന് നിങ്ങൾക്ക് എന്തായെന്ന് രേവതിയും വിട്ടുകൊടുക്കാതെ ചോദിച്ചു. പക്ഷേ ബാക്കിയുള്ളവരുടെ അവസരം നശിപ്പിച്ചിട്ടാവരുത് നിങ്ങളുടെ വളർച്ച എന്ന് രേവതി പറഞ്ഞതും ഹേമയുടെ ഗുണ്ടകൾ ദേഷ്യം കയറി. അവർ രേവതിയുടെ ഓരോ ഡെമോകളും എറിഞ്ഞുടച്ചു. അതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. നശിപ്പിക്കലേ എന്ന് രേവതി കരഞ്ഞു പറഞ്ഞിട്ടും അവർ വിട്ടുകൊടുത്തില്ല. അതൊക്കെ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ചു. സങ്കടവും ദേഷ്യം കൊണ്ട് തന്നെ രേവതി വിറക്കാൻ തുടങ്ങി. എൻ്റെ സച്ചിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ 4 പേരെയും അടിച്ചാട്ടാൻ ഒരാൾ മതിയെന്ന് രേവതി ഒരു മാസ ഡയലോഗം കാച്ചി. നിങ്ങൾ ഈ നശിപ്പിച്ച ഡെമോകൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ നിലയിൽ ഉയർന്നു വരും, ഈ മേഖലയിൽ എൻ്റെ പേര് കുറിച്ചിടുമെന്ന് രേവതി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ആ തകർന്ന സാഗരങ്ങളെല്ലാം തന്നെ പെറുക്കിയെടുത്തുകൊണ്ട് രേവതി അവിടെ നിന്നും പോയി. ഇതേ സമയം ബാമാൻഡിയുടെ വീട്ടിലേക്ക് ചന്ദ്രമതി വരികയാണ്. നീ എന്താ ബാമേ ഇത്ര അത്യാവശ്യമായി എന്നെ വിളിച്ചത് എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, എന്താ ചന്ദ്രേ അകത്തേക്ക് കയറുന്നില്ലേ എന്ന് ബാമ അവളെ സ്വീകരിച്ചു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രമതി തൻ്റെ സങ്കടത്തിൻ്റെ കെട്ടഴിച്ചു. ആ 50 ലക്ഷം രൂപ കൊണ്ട് തന്നെ ശ്രുതി പോയതും കാശ് നീലിമ തിരിച്ചു കൊടുത്തതും ശ്രുതിയും ശ്രുതിയും ചേർന്ന് ആരോടും പറയാതെ ആ ഒരു ബിസിനസ് തുടങ്ങിയതും ചന്ദ്രമതി പറഞ്ഞു. ബാമ ഒന്നും അറിയാത്തതുപോലെ, അപ്പോൾ അവർ ആ പൈസ കൊണ്ടാണോ ബിസിനസ് തുടങ്ങിയത് എന്ന് ചോദിച്ചിട്ട് തീയിട്ടു, അല്ലാതെ അച്ഛൻ കൊടുത്തതല്ലേ എന്ന് ചോദിച്ചു. ശ്രുതിയാണ് അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ ചതിക്കാണ് ബാമയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വിഷമത്തോടെ പറയാണ്. ശ്രുതി നിന്നെ അമ്മായിയമ്മയെ പോലെയല്ല കാണുന്നത്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ബാമ പറഞ്ഞുവെങ്കിലും അമ്മയോടാണോ കള്ളം പറയുന്നത്? അവളാണ് ശ്രുതിയെ കൊണ്ട് ഇതൊക്കെ മറച്ചു വെപ്പിച്ചത് എന്ന് ചന്ദ്രമതി തറപ്പിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവരറിയാതെ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ അവർ എന്നോട് പോലും ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ചന്ദ്രമതിയുടെ വാക്കുകൾ കേട്ട് ബാമേൻ്റെ മനസ്സിലങ്ങ് ചിരി വരികയാണ്. ഈ പൈസ നിന്റെ കയ്യിൽ കിട്ടിയാൽ പോലും നീ ഒരിക്കലും അത് രവേട്ടിന് കൊടുക്കില്ല എന്ന കാര്യം എനിക്ക് നല്ലോണം അറിയാം ചന്ദ്രയെന്ന് ബാമ മനസ്സിൽ വിചാരിച്ചു. ശ്രുതിയെ ഞാൻ മരുമോളായിട്ടല്ല, എൻ്റെ സ്വന്തം മോളുമായിട്ടാണ് ഞാൻ കണ്ടത്, എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചല്ലോ എന്ന് ചന്ദ്രമതി സങ്കടപ്പെട്ട് പറയുമ്പോൾ ബാമ വീണ്ടും ശ്രുതിയെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. അവൾക്ക് നീ അമ്മയുടെ സ്ഥാനത്താണ് ചന്ദ്രേ, അവൾ ചെയ്തതൊക്കെ നിന്റെ മകന് വേണ്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ് ബാമ അങ്ങ് നമ്പർ ഇട്ടു. ശ്രുതി ഒരു പണക്കാരൻ്റെ വീട്ടിലെ കുട്ടിയാണ്, നീ ഇങ്ങനെ അവളെ ശിക്ഷിച്ചു കൊണ്ടിരുന്ന അവൾ നിന്നെ വെറുക്കാൻ തുടങ്ങും. അവളുടെ അച്ഛനൊരു കോടീശ്വരനാണ്, നാളെ ആ സ്വത്തൊക്കെ അവളുടെ പേരിലായിരിക്കും. അപ്പോൾ പിന്നെ ശ്രുതിയുടെ മനസ്സിൽ സ്വന്തം അമ്മയേക്കാൾ വലുത് ഈ കോടീശ്വരിയായ ഭാര്യയായിരിക്കും. നീ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അവൾ മടുത്ത് എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് തന്നെ ഞാൻ മലേഷ്യയിലേക്ക് പോവാണെന്ന് പറഞ്ഞാൽ നീ പിന്നെ അങ്ങനെ അവരൊറ്റ പോക്കായിരിക്കും, നീ പിന്നെ ഒറ്റക്കാവില്ലേ ചന്ദ്രേ? ബാമയുടെ ഈ ഒരു വാക്ക് കേട്ട് ചന്ദ്രമതി ശരിക്കുമെന്ന് ഞെട്ടി. എൻ്റെ ശ്രുതി അങ്ങനെയൊന്നും പോവില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞുവെങ്കിലും പണം കിട്ടിയപ്പോൾ തൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും മറന്നുകൊടുത്തിൻ്റെ പെണ്ണിൻ്റെ കൂടെ പോയവനല്ലേ ശ്രുതിയെന്ന് അവൻ ചിന്തിച്ചു. ബാമ ആ ഒരു കാര്യം പറഞ്ഞ് വീണ്ടും ചന്ദ്രമതിയെ പേടിപ്പിക്കുകയാണ്. പണക്കാരൻ്റെ വീട്ടിലെ മരുമോള് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ അവരുടെ വാല് പിടിച്ചു പോവും, എൻ്റെ മകൻ്റെ കാര്യം തന്നെ നോക്കൂ എന്ന് ബാമ പറയുമ്പോൾ ചന്ദ്രമതി ശരിക്കും ഭയന്നു. ശ്രുതിയെ നീ ഇനി വിഷമിപ്പിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ ഗതി തന്നെ നിനക്ക് വരും, അവൾ അവനെയും കൂട്ടി മലേഷ്യയിലേക്ക് കടക്കുമെന്ന് ബാമ തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്കാകെ ടെൻഷനാവുകയാണ്. വീട്ടിലേക്കെത്തിയ ചന്ദ്രമതിയെ രവീന്ദ്രനും ഉപദേശിക്കുന്നുണ്ട്.
നീ എന്തിനാ ചന്ദ്രേ അവരോട് ഇങ്ങനെ പെരുമാറുന്നത്? അവരുടെ കാര്യത്തിൽ നമ്മളധികം ഇടപെടേണ്ട. ഇനിയും അത് വലിച്ചു നീട്ടിയ പ്രശ്നം വഷളാവുമെന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഇതിൽ ശ്രുതിക്കും തെറ്റുണ്ട്. അച്ഛൻ്റെ പൈസയാണെന്ന് കരുതിയിട്ട് അത് തിരിച്ചേൽപ്പിക്കാൻ വരാനൊന്നും അവന് തോന്നിയില്ലല്ലോ. അവൻ നിന്റെ കുട്ടിവാവയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് കടുപ്പിച്ചു പറഞ്ഞു. ശ്രുതിക്ക് ദേഷ്യം വന്ന അവൾ എങ്ങാനും മലേഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ തന്നെയാണ് കുറ്റം പറയാമെന്നും കൂടി രവീന്ദ്രൻ കൂട്ടിച്ചേർത്തപ്പോൾ ചന്ദ്രമതിയുടെ ഉള്ളിൽ ആകെ ടെൻഷനായി. ഇനി ശരിക്കും ശ്രുതി അവൻ എങ്ങാനും കൂട്ടി മലേഷ്യയിലേക്ക് പോകുമോ എന്ന ചിന്ത ചന്ദ്രമതിയെ അലട്ടാൻ തുടങ്ങി. എന്തായാലും ബാമയുടെയും രവീന്ദ്രൻ്റെയും ഈ ഒരു വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് ശ്രുതിയോടുള്ള ദേഷ്യം മാറുമെന്ന് ഉറപ്പാണ്. ഹാളിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന രേവതി നേരെ പോയത് സച്ചിയേട്ടൻ്റെ അടുത്തേക്കല്ല, മറിച്ച് തകർന്നു പോയ തൻ്റെ ഡെമോ കഷ്ണങ്ങൾ നെഞ്ചോട് ചേർത്ത് അവൾ നേരെ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കോംപ്ലക്സിൻ്റെ മുന്നിലേക്കാണ് ചെന്നത്. ഇതെൻ്റെ മാത്രം കഴിവല്ല, ഇതെൻ്റെ സച്ചിയേട്ടൻ്റെ സ്വപ്നം കൂടിയാണ്. ഇത് തകർക്കാൻ നിനക്ക് കഴിയില്ല ഹേമയെന്ന് അവൾ പിറുപിരുത്തു. ആ സമയത്താണ് നഗരത്തിലെ പ്രശസ്തനായ ഒരു ഇവന്റ് മാനേജർ തൻ്റെ കാറിൽ കയറാൻ വേണ്ടി വരുന്നത് രേവതി കാണുന്നത്. ഒട്ടും വൈകിയില്ല. കയ്യിലിരുന്ന് തകർന്ന മോഡലുകൾ ആവേശത്തോടു കൂടി തന്നെ അവൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിർത്തി. ചവിട്ടി മെതിക്കപ്പെട്ട ആ കടലാസും പൂക്കളും ഡിസൈനുകളും എല്ലാം തന്നെ ഒളിഞ്ഞിരിക്കുന്ന കലാവൈഭവം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. പെർഫെക്റ്റ് ആയിട്ടുള്ളതിനേക്കാൾ ഈ തകർന്നതിൽ ഒരു ജീവനുണ്ട് മോളെ. അദ്ദേഹം തൻ്റെ മകളുടെ കല്യാണത്തിനുള്ള വലിയൊരു കോൺട്രാക്ട് തന്നെ രേവതിയെ ഏൽപ്പിച്ചു. അതേസമയം വീട്ടിൽ ചന്ദ്രമതിയുടെ മനസ്സിൽ ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു. ബാമയുടെ വാക്കുകൾ ചന്ദ്രമതിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. മലേഷ്യ, ശ്രുതി എന്നെ വിട്ടുപോകുമോ? ചന്ദ്ര ആകെ അസ്വസ്ഥയായി. അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രമതിയുടെ മുഖത്തെ ബാറ്റം കണ്ടുകൊണ്ടതിന് ശ്രുതി ഒന്ന് പതറി. പക്ഷേ പഴയതുപോലെ തന്നെ വഴക്ക് പറയുന്നതിന് പകരം ചന്ദ്രമതി പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. നീ ശരിക്കും എന്നെ വിട്ടുപോകുമോ മോളെ? ചന്ദ്രമതി വിതുമ്പലോടുകൂടെ ചോദിച്ചപ്പോൾ ശ്രുതിയുടെ നിയന്ത്രണം വിട്ടു. അവൾ ചന്ദ്രമതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ അമ്മയെ വിട്ടു എനിക്ക് എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല ആൻറ്റി, ഞാൻ ആൻറ്റിയെ വിട്ടു പോവില്ല, ശ്രുതിയെയും കൊണ്ടുപോവില്ല എന്ന് ശ്രുതി ഉറപ്പു നൽകുന്നതോടുകൂടി തന്നെ ആ വീട്ടിലെ മഞ്ഞൊരുകി തുടങ്ങി. പക്ഷേ ഹേമന്ത് ഈ സമയത്ത് തന്നെ രേവതിയോട് തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. രേവതിക്ക് പുതിയ ഓർഡറുകൾ കിട്ടിയ വിവരമറിഞ്ഞ് അവൾ അത് നശിപ്പിക്കാൻ വേണ്ടി പുതിയ തന്ത്രം മെനഞ്ഞു. എന്നാൽ ഇത്തവണ രേവതി തനിച്ചായിരുന്നില്ല. ചന്ദ്രമതിയും ശ്രുതിയും സച്ചിയേട്ടനും കൈകോർത്തുകൊണ്ട് തന്നെ രേവതിയുടെ പിന്നിൽ അണിനിരന്നു. ഇതിനിടയിൽ ബാമാൻഡിയുടെ ചില കുത്തിത്തിരിപ്പുകൾ ചന്ദ്രമതി തിരിച്ചറിയുന്നതോടുകൂടി തന്നെ കഥ ആകെ മാറി മറിയും. തൻ്റെ കുടുംബത്തെ ശ്രുതിയെ തകർക്കാൻ നോക്കിയ ബാമയ്ക്കെതിരെ ചന്ദ്രമതിയും ശ്രുതിയും ഒന്നിക്കുന്നതോടുകൂടി തന്നെ പുതിയ പോരാട്ടത്തിലേക്ക് തുടക്കമാവുന്നു. സ്നേഹവും വാശിയും നിറഞ്ഞ ഈ ഒരു കുടുംബ പോരാട്ടത്തിൽ ഒടുവിൽ സത്യം വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.